കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ ഏകദിന സായാഹ്ന ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെറ്റോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് മതമേലധ്യക്ഷന്മാർ, പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം തന്നെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ചപ്പാത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ കേരളത്തിന്റെ വേദനകൾ ലോകമെമ്പാടും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങളാണ് കേരളമെങ്ങാനും നടക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തമിഴ്നാടിന്റെ തെക്കൻ മേഖലകളിൽ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ജലം നൽകുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു ഡാം, അന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ചുണ്ണാമ്പും തുർക്കിയും കൂട്ടി ഉണ്ടാക്കിയ ഒരു ഡാം ഒരു 50 വർഷത്തെ കാലപ്പഴക്കം കൊണ്ട് അത് നശിച്ചു പോകും, അല്ലെങ്കിൽ അതിന് അത്ര കാലാവധി ഉള്ളുവെന്ന് വിധി എഴുതിയ ഒരു ഡാമിനെ 116 വർഷം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇനിയും അതിനൊരു പുതിയ ഡാം പണിതുകൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് തമിഴ്നാട്ടിലുള്ള വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം കേരളത്തെ മുൾമുനയിൽ നിർത്തുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സ് മാറുന്നതിന് വേണ്ടിയാണ് ഈ ധർണ നടത്തുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിന്റെ മധ്യ കേരളം, സമ്പൽ സമൃദ്ധമായ മധ്യ കേരളത്തിൽ നിന്നും കുടിയേറിപ്പാർത്ത അല്ലെങ്കിൽ ആ മധ്യ കേരളത്തിൽ വേരുകളുള്ള ഭൂരിപക്ഷം ആൾക്കാരുമാണ് ഇന്ന് ഈ മലബാറിലും അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ മധ്യ കേരളത്തിന് രണ്ട് ഭാഗത്തുമുള്ളത്. കേരളത്തിന്റെ ഈ സമ്പൽ സമൃദ്ധമായ ഒരു മധ്യ കേരളം ഒലിച്ചു പോകുന്നതോടുകൂടി മുല്ലപ്പെരിയാറിന്റെ ഭൂകമ്പത്തോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഇടുക്കിയും അതുപോലെ അതിന് താഴോട്ടുള്ള എല്ലാ ഡാമുകളും തകരുമെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന ഗ്രാഫിക്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും എല്ലാം ഇതുണ്ടായിട്ട് പോലും അതിനൊരു നീക്കമുണ്ടാക്കാതെ ഇതിനെല്ലാം ഉത്തരവാദിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായ ഒരു തീരുമാനമെടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ട് എന്തോ തീരുമാനങ്ങൾ താമസിപ്പിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മധ്യ കേരളത്തിലെ ജനങ്ങൾ ഇന്നെല്ലാം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാത്രിയിൽ ഉറങ്ങാൻ പോലും പടി കാണിച്ച് ആളാമ്പ്രതി ഉണർന്നിരുന്നുകൊണ്ട് എന്നീ ദുരന്തം ഞങ്ങളുടെ മേൽ വന്ന് സംഭവിക്കുമെന്നുള്ള പേടിയുണ്ട് ഉറക്കമടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയില് കേരളത്തിലെ നേതാക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ജില്ലാ പ്രസിഡന്റ് MB മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, KM ചാക്കോ, ജോർജ് പൈനാപ്പള്ളി, മൈക്കിൾ, KM കുര്യച്ചൻ എന്നിവർ സംസാരിച്ചു.